മനുഷ്യൻ കണ്ടതിൽ വെച്ച് അത്ഭുതമെന്ന് പറയപ്പെടുന്ന കണ്ടുപിടുത്തം വേറൊന്നുമല്ല JWST. ഈ ഒരു പേര് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവും. കാരണം ശാസ്ത്രലോകത്തെ വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു നാമം. ഇതുവരെ ഏലിയൻസ് എന്നത് വെറും മിത്ത് മാത്രമായിരുന്നു. പക്ഷേ ശാസ്ത്രലോകം ഒന്നടങ്കം പറയുന്നത് JWST എന്ന ചരിത്രത്തിന് ഏലിയൻസ് വസിക്കുന്ന ഗ്രഹങ്ങൾ കണ്ടെത്താൻ ആവുമെന്നാണ്. എക്സോപ്ലാനറ്റുകളെ നിരീക്ഷിക്കുന്നതിൽ ഒതുങ്ങുന്നില്ല ഇവന്റെ കഴിവുകൾ. ഒരുപക്ഷെ നമ്മൾ പഠിച്ച തിയറികളെല്ലാം മാറി മറിയാനുള്ള സാധ്യത കൂടുതലാണ്. എന്തിനേറെ ദൈവം എന്ന് വിശ്വസിക്കുന്നത് പോലും അന്ധവിശ്വാസങ്ങളിലും കെട്ടുകഥകളിലും ഒതുങ്ങിയേക്കാം. 2021 ഡിസംബറിൽ ബഹിരാകാശത്തോട്ടയച്ച JWST ഒരു മാസം തികയ്ക്കും മുമ്പേ അവന്റെ ലക്ഷ്യസ്ഥാനമായ ലഗ്രാഞ്ച് 2 എന്ന പോയിന്റിൽ അവൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ അവൻ ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെ നിന്നും സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അവന്റെ പേരും ചരിത്രത്തിൽ എഴുതപ്പെട്ടേക്കാം. ഈ വരുന്ന ജൂലൈ 12 നാസയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നമുക്ക് JWST പകർത്തിയ ആദ്യ കളർ ചിത്രം കാണുവാൻ സാധിക്കും എന്നാണ്. പ്രധാനമായും 4 കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. പ്രപഞ്ചത്തിന്റെ ആരംഭകാലം, നക്ഷത്രങ്ങളുടെ ജീവിതചക്രം, ഗാലക്സികളുടെ പരിണാമം. ഇവന്റെ വേറൊരു പ്രത്യേകത എന്തെന്നാൽ എക്സോപ്ലാനറ്റുകളുടെ അന്തരീക്ഷം വരെ ഇവനെ നിരീക്ഷിക്കാനാവും. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇവന് ഏലിയൻസിനെ കണ്ടുപിടിക്കാനാവും, അല്ലെങ്കിൽ ഏലിയൻസ് വസിക്കുന്ന ഗ്രഹങ്ങൾ നിരീക്ഷിക്കാൻ ആവും എന്ന് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ ഗ്യാസ് ജെയിൻ പ്ലാനറ്റുകളെയാണ് JWST വഴി ശാസ്ത്രജ്ഞർ നിരീക്ഷിക്കാൻ പോകുന്നത്. ഗ്യാസ് ജെയിൻ പ്ലാനറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതകം നിറഞ്ഞ ഭീമൻ ഗ്രഹങ്ങൾ. പിന്നീട് ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങൾ തൊട്ട് ബ്രൗൺ ഡ്വാർഫുകളും കുള്ളൻ എക്സോപ്ലാനറ്റുകളും വരെ നാസയുടെ ലിസ്റ്റിലുണ്ട്. കുള്ളൻ എക്സോപ്ലാനറ്റുകൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ടെറസ്ട്രിയൽ പ്ലാനറ്റുകളാണ്. അവയുടെ പ്രത്യേകത എന്തെന്നാൽ സോളിഡ് ആയിട്ടുള്ള പ്രതലം തന്നെ അവയ്ക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത്. ഒരുപാട് എക്സോപ്ലാനറ്റുകൾ നാസയുടെ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും അവയിൽ ശാസ്ത്രലോകം ഒന്നടങ്കം കൗതുകത്തോടെ നോക്കുന്ന എക്സോപ്ലാനറ്റുകളിൽ ഒന്നാണ് LHS 3844b. ഭൂമിയിൽ നിന്ന് 49 പ്രകാശവർഷം അകലെയാണ് ഈ ഒരു ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. വെറും 11 മണിക്കൂറുകൾ കൊണ്ടാണ് LHS 3844b അതിന്റെ നക്ഷത്രത്തെ ഒരു തവണ വലം വെക്കുന്നത്. അതിനർത്ഥം നക്ഷത്രത്തിന്റെ അത്രമാത്രം അരികത്തോടു കൂടിയാണ് ആ ഒരു ഗ്രഹം നക്ഷത്രത്തെ വലം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നക്ഷത്രത്തിൽ നിന്ന് വരുന്ന അമിതമായ ചൂടും സോളാർ റേഡിയേഷനും മൂലം ഈ ഒരു ഗ്രഹത്തിന് അന്തരീക്ഷം ഉണ്ടാവില്ല എന്നാണ് ശാസ്ത്രജ്ഞർ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ JWSTക്ക് ആ ഒരു ഗ്രഹത്തിന്റെ പ്രതലത്തെ കാണുവാൻ സാധിക്കും. നമ്മൾ 30 വർഷങ്ങളായി വിശ്വസിക്കുന്ന പ്രപഞ്ച സത്യങ്ങൾ മുഴുവനും ഹബിൾ ടെലിസ്കോപ്പാണ് നമുക്ക് കാട്ടിത്തന്നത്. ബ്ലാക്ക് ഹോൾ മുതൽ പലതും നമുക്ക് കാട്ടിത്തന്നത് ഹബിൾ ടെലിസ്കോപ്പ് തന്നെയാണ്. 30 വർഷത്തെ ടെക്നോളജിയാണ് ഇന്നും നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ ഈ JWST എന്ന ടെലിസ്കോപ്പ് ഹബിൾ ടെലിസ്കോപ്പിനേക്കാളും എത്രയോ മടങ്ങ് പവർഫുൾ ആണ്. മാത്രമല്ല ഈ ലോകത്ത് കണ്ടുപിടിച്ചിരിക്കുന്നതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടെലിസ്കോപ്പ് തന്നെയാണ് നമ്മൾ 2021 ഡിസംബറിൽ ബഹിരാകാശത്തോട്ട് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകം മുഴുവനും നാസയുടെ ടൈം മെഷീൻ എന്നാണ് JWSTയെ വിശേഷിപ്പിക്കുന്നത്.